ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് പാണ്ടിപ്പട എന്ന മൂവിയുടെ DVD റിവ്യൂ ആണ്. സെൻട്രൽ ഹോം എൻ്റർടൈൻമെൻറ്റ് എന്ന കമ്പനിയാണ് ഈ DVD റിലീസ് ചെയ്തത്. ദിലീപിൻ്റെ തന്നെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് എന്ന കമ്പനിയുടെ ബാനറിലായിരുന്നു ഈ ചിത്രം വന്നത്. റാഫി മെക്കാട്ടിനാണ് ഡയറക്ടർ. ദിലീപ്, നവ്യ നായർ, ഹരിശ്രീ അശോകൻ, സലീം കുമാർ, പ്രകാശ് രാജ്, രാജൻ പി ദേവ് അങ്ങനെ വലിയൊരു കാസ്റ്റ് ലിസ്റ്റ് തന്നെ ഇതിനകത്തുണ്ട്. അറ്റ് പ്രസൻറ്റ് ഇത് OTT ഉണ്ടെന്ന് അറിയത്തില്ല. റിലീസിൻ്റെ സമയത്ത് അറൗണ്ട് 70 രൂപ വരുന്നതിൻ്റെ MRP. യൂട്യൂബിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. DVD 9 എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ, അതായത് അറൗണ്ട് ഡുവൽ ലെയർഡായിട്ട് വരുന്ന DVDയിലാണ് ഇത് റിലീസായിട്ടുള്ളത്. ഡോൾബി ഡിജിറ്റലാണ് ഓഡിയോ 5.1. DTS ട്രാക്ക് ഇല്ല. ഇതിൽ തന്നെ ഡോൾബി ഡിജിറ്റലിൻ്റെ തന്നെ ആഡ് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എഫക്ട്സോടെയാണ് കാണിക്കുന്നത്. DTSൻ്റെ ട്രാക്ക് ഇല്ലെങ്കിൽ കൂടി ഈ ഡോൾബി ഡിജിറ്റലിൽ അത്യാവശ്യം സൗണ്ട് എഫക്ട്സും ചാനൽ സെപ്പറേഷനും എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ എല്ലാവരും ഒരുപാട് വട്ടം കണ്ടുള്ളൂ. ഞാൻ പ്ലോട്ട് സിമ്പിളായിട്ടൊന്ന് പറയാം. ദിലീപ് ചെയ്യുന്നത് ഭുവനചന്ദ്രൻ എന്ന ക്യാരക്ടർ ചെറിയ ചെറിയ റിയൽ എസ്റ്റേറ്റ് പരിപാടിയൊക്കെ ആയിട്ട് നടന്നിട്ട് അത്യാവശ്യം കടക്കണിയിലാണ്. പുള്ളിക്ക് ലാസ്റ്റ് ഒരു ഹോപ്പായിട്ട് കിട്ടുന്ന ഒരു തമിഴ്നാട്ടിലൊരു 30 ഏക്കർ സ്ഥലമാണ്. അത് ജസ്റ്റ് ഒന്ന് മറിച്ച് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എമൗണ്ട് കിട്ടും എന്നുള്ള പോലെ പുള്ളി അത് കോൺഫിഡൻ്റ് ആയിട്ട് വാങ്ങുകയും കടം വാങ്ങുകയും ഇൻഡയറക്റ്റ്ലി അത് വിൽക്കാൻ പറ്റാതാവുന്ന അത് കണക്റ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ് ഈ മൂവിയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. സോറി സർ, എന്റെ പേര് ഭുവനചന്ദ്രൻ. ഹാപ്പി റിയൽ എസ്റ്റേറ്റ് ഓണറാണ്. ഇതെന്റെ പാർട്ട്ണർ ഉമാകാന്തൻ. ഇതിൻ്റെ മെനു ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്രിയേറ്റീവ് ആയിട്ട് തന്നെയാണ്. നല്ല സീൻസ്, നല്ല BGMs ഒക്കെ യൂസ് ചെയ്തിട്ട് അറൗണ്ട് 2 മണിക്കൂർ 28 മിനിറ്റാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. 13 ചാപ്റ്റർ ആയിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ചില സോങ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു 2-3 സെക്കൻഡ്സ് ഒരു ടൈം ലൈൻ ഇട്ടിട്ട് മേളിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സെൻട്രലിൻ്റെ വാട്ടർമാർക്ക് വരാറുണ്ട്. ഏ 2005 ഈ പടം റിലീസ് ചെയ്തത്. 2005 ആക്ച്വലി 3 ഫിലിംസാണ് ദിലീപിൻ്റെ വന്നത്. 3 സക്സസ് ആയിരുന്നു. ഒന്ന് ചാന്തുപൊട്ട്, ഒന്ന് പാണ്ടിപ്പട, പിന്നൊന്ന് കൊച്ചിരാജ. 3 സെഗ്മെൻറ്റ്സിലുള്ള ഫിലിംസാണ്. 3 യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീലുമാണ് തരുന്നത്. പുള്ളി അത്യാവശ്യം വെർസറ്റൈൽ ആയിട്ടുള്ള ആക്ടറാണ്. 2000 തൊട്ട് 2010 ടൈമാണ് ആക്ച്വലി ദിലീപിൻ്റെ ഒരു പീക്ക് ടൈമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് മൂവീസൊക്കെ പലതും ഫ്ലോപ്പായി തുടങ്ങി. ഇതിൽ അറൗണ്ട് 4 സോങ്സ് ആണുള്ളത്. 4 അത്യാവശ്യം നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള സോങ്സ് ആണ്. ഹ്യൂമറിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ നിന്നാണ് സ്റ്റോറി പറയുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ഡ്യൂറേഷൻ ആയിട്ടും സ്റ്റോറി ഇമോഷണലി കണക്ട് ചെയ്യുകയും ചെയ്യും. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ഫീലിങ്സും അവരുടെ ഒരു ഇമോഷൻസുമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ദിലീപിൻ്റെ മിക്ക ക്യാരക്ടേഴ്സും പോയിട്ടുള്ളത്. പുള്ളിയുടെ ഫിലിമോഗ്രഫി എടുത്ത് അത് ഏകദേശം മനസ്സിലാവും. ഇതിൽ വരുന്ന 480p റെസൊല്യൂഷനിലുള്ള
വീഡിയോ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്മിക്സ് ആയിട്ടാണ് ഹോം തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാൻ സാമ്പിൾസ് വെച്ചുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂ വരും ഡൗട്ടുണ്ട്. സ്റ്റിൽ ഞാൻ മാക്സിമം കാണിക്കാം. സെൻട്രലിലെ DVDs വീഡിയോ വൈസ് ആയാലും ഓഡിയോ വൈസ് അത്യാവശ്യം നല്ല ഒരു സുപ്പീരിയർ ആയിട്ടാണ് തോന്നുന്നത് ബാക്കിയുള്ള കമ്പനീസിനെ അപേക്ഷിച്ച്. ഐ മീൻ ഇന്ത്യൻ കമ്പനീസിനെ അപേക്ഷിച്ചാണ് ഞാൻ പറഞ്ഞത് സെൻട്രൽ കുറച്ച് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫിലിമിൽ അറൗണ്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ദിലീപ്, സലീം കുമാർ, കൺസിഡറേഷൻ കോമ്പിനേഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അതിനായിട്ടും സെൻട്രലിൽ തന്നെ വളരെ നല്ലൊരു റിലീസായിട്ടും കളക്റ്റബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് പാണ്ടിപ്പട DVD. ഇപ്പോൾ 2026 അറൗണ്ട് 20 വർഷത്തിന് മേൽ പഴക്കമുണ്ട് ഈ ഫിലിമിന്. സ്റ്റിൽ ഇത് പല മീംസിനും ഇപ്പോഴും റെഫറൻസ് ആയിട്ടും ഒക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിലെ സീൻസ്. നിങ്ങൾ DVDസോ ബ്ലൂറേസോ കളക്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു മൂവി ആയിട്ട് കാണാം. ബൈ. കയ്യിലൊരു തോക്കും ചുറ്റും എന്തിനും തയ്യാറായി കുറെ ഗുണ്ടകളുണ്ടെങ്കിൽ മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കും. നീ ആമ്പിളായിരുന്ന താലിയെടുത്ത് കെട്ട്. ആണത്തം തമിഴ്നാട്ടിലെ തെളിയിക്കുന്നത് തുപ്പാക്കി കാട്ടിട്ടല്ലടാ, സിലമ്പാട്ടമാടുന്നോ ജയിக்கிறவன் ആമ്പിള അറിയാം. தெரியுமில்ல? வாடா, தைரியம் வந்தவா நீயா நானா பாத்துக்கலாம்.